പൂച്ചശങ്കരൻ. ഈ വിളി ശങ്കരന്റെ സമനിലയാകെ തെറ്റിക്കും. കാരണം പേരിന്റെ കൂടെയുള്ള പൂച്ചയാണ് പ്രശ്നം. പൂച്ചകളുടെ ശങ്കരൻ അത്ര വെറുപ്പാണ്. അതിന് കാരണമുണ്ട് കേട്ടോ. പണ്ട് LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തികച്ചും യാദൃശികമായിട്ടായിരുന്നു ശങ്കരന്റെ മൂട്ടിൽ ഒരു പൂച്ച കടിച്ചത്. സംഭവം സ്കൂൾ മൊത്തം പാട്ടായി. കൂട്ടുകാരുടെ കളിയാക്കൽ സഹിക്കാതെ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞു ശങ്കരൻ രണ്ടും കൽപ്പിച്ച് പഠിപ്പങ്ങ് നിർത്തി. കൂടെ പഠിച്ചവരൊക്കെ നല്ല ജോലിയിലെത്തിയപ്പോൾ ശങ്കരൻ അങ്കമാലിയിൽ ഒരു ഫാക്ടറിയിൽ സെക്യൂരിറ്റി പണിയിൽ ഒതുങ്ങേണ്ടി വന്നു. തന്റെ ജീവിതം നശിപ്പിച്ചത് പൂച്ചയാണെന്നാണ് ശങ്കരന്റെ വാദം. മാസത്തിൽ ആകെ കിട്ടുന്ന 2 ദിവസത്തെ ലീവിന് വീട്ടിലോട്ട് വരുമ്പോഴാ ദേ ഈ വിളി. മനസ്സിലായ? എടാ ഞാനാടാ ഗിരി. എടാ നിന്റെ കൂടെ ബാക്ക് ബെഞ്ചിരുന്ന് പഠിച്ചില്ലേ പൂച്ചാലി സ്കൂളിൽ? എടാ ഗിരിയാന്ന് പറഞ്ഞപ്പോ നീ ആയിരുന്നു. സാധാരണ ഇങ്ങനെ ഇരട്ടപ്പേര് വിളിക്കുന്നവരെയൊക്കെ ഞാൻ മുണ്ടുപോയി കാണിക്കാറിയ പതിവ്. പക്ഷെ നിന്നെ കാണിക്കുകയല്ല. അതെനിക്കറിയാം, നമ്മള് കൂട്ടുകാരെ കണ്ടല്ലേ. അല്ല, പിന്നെ ഞാനിന്ന് ഷഡ് ഇട്ടിട്ടുണ്ട്. എടാ ഞാൻ ചൊറിയാനൊന്നും വന്നതല്ലടാ. അക്കരയിൽ കുറച്ച് പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറയാം, അതൊന്ന് നോക്കാൻ വേണ്ടി വന്നായിരുന്നു. എന്തോന്ന് പ്രോപ്പർട്ടി? അയ്യേ എന്തിനോ ചവിട്ടി ഞാൻ. എടാ പണ്ടേ നീ ആറ്റി കുളിക്കാൻ പോയപ്പോ നമ്മുടെ സുമതി ചേച്ചിയുടെ കുളിസിയും കാണാൻ പോകുന്നു. അന്നത്തെ ഓരോ കുരിശിത പ്രവൃത്തികൾ. സുമതി ചേച്ചിയുടെ ഭർത്താവ് ഗോവിച്ചേട്ടനും പിള്ളേരോട് വന്ന് നിന്റെ മുഖം ഏതോ ഒരു സാധനത്തെ പിടിച്ച് ഇങ്ങനെ ഉരച്ചത് ഓർമ്മയുണ്ടോ? അത് ചെളിയല്ലേടാ. ആ സാധനത്തിലാണ് നീ ഇപ്പൊ ചവിട്ടി നിൽക്കുന്നത്. അവന്റെ കുടുതകത്തിനകത്തൊക്കെ ചെളി മാറിയിട്ടില്ലേ? അവൻ എന്തില്ലോ ചവിട്ടിയെന്ന്. ശങ്കര പൂച്ച ശങ്കര. കീറിയെന്ന് കേട്ടാ മതിയായിരുന്നു.